ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. പതിവിന് വിപരീതമായി ഇക്കുറി നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആതുര സേവന കേന്ദ്രം. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ നിലനിർത്താൻ സഹായിച്ചിട്ടുള്ള ആശുപത്രിയാണ് ഈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ CEO JHV നായരാണ് നമുക്കൊപ്പം ഇന്ന് ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം സന്ദീപ്, താങ്ക് യു. ഞാൻ ഈ ആദ്യം തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നതിന് മുമ്പ് തന്നെ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഒരു വലിയ ഹോസ്പിറ്റൽ ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫെസിലിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ? So VPS Lake Shore promoted by Dr. Shamsir Vaililana. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഒരു 21 years ഓൾഡ് ലെഗസി ഉണ്ട്. ഇത് ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്തൊരു ഹോസ്പിറ്റലായിരുന്നു. പിന്നീട് അത് ടേക്ക് ഓവർ ചെയ്തപ്പെട്ട ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഷംസീർ വൈലിൽ ടേക്ക് ഓവർ ചെയ്ത് അങ്ങനെ സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ കീ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓങ്കോളജി ഒരു കീ സ്പെഷ്യാലിറ്റിയാണ്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് കീ സ്പെഷ്യാലിറ്റി ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഓർത്തോപെഡിക്സ് കീ സ്പെഷ്യാലിറ്റിയാണ്, ട്രാൻസ്പ്ലാന്റ്സ് കീ സ്പെഷ്യാലിറ്റി ആൻഡ് ഇസ് ബോത്ത് കിഡ്നി ആൻഡ് ലിവർ. പിന്നെ നമുക്ക് യുണീക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ലേക്ക് ഷോറിൽ. ഒരു ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഫുട്ട് ആൻഡ് ആങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ 4-5 സർജൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കീ ഫുട്ട് ആൻഡ് ആങ്കിൾ എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി ബേസിക്കലി ചാർക്കോട്ട് ഫുഡ്, അങ്ങനത്തെ ഫുട്ടിൽ നമുക്കറിയാം ഡയബറ്റീസ് ബാധിച്ച് ഫുട്ടിൽ പഴുപ്പ് വരുന്നു, അങ്ങനെ കുറേ സമയത്ത് ഡോക്ടേഴ്സ് കാല് ആംപ്യൂട്ടേറ്റ് ചെയ്യണം, ഫിംഗർ ആംപ്യൂട്ടേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ ഈ ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലൈസ്ഡ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിക്കലി എങ്ങനെ നമുക്ക് ആ ഫുട്ടിനെ അല്ലെങ്കിൽ ആ ഫിംഗറിനെ സാൽവേജ് ചെയ്ത് എങ്ങനെ പേഷ്യൻ്റെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ ഫുട്ട് ആൻഡ് ആങ്കിളിൽ ഒരു യുണീക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഹോസ്പിറ്റൽസ് പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഓങ്കോളജിയിലായാലും ന്യൂക്ലിയർ മെഡിസിൻ ഉണ്ട്, നമുക്ക് റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. പിന്നെ VPS ലേക്ക് ഷോറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കട്ടിങ് എഡ്ജ് ടെക്നോളജിയാണ്. നമുക്ക് ആസ് ഓഫ് നൗ ഉള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമ്മൾ റോബോട്ട് പറയുന്നു, റോബോട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഓർത്തോ സ്പെസിഫിക് ആയിട്ട് റോബോട്ടും ഉണ്ട്. അപ്പോൾ ജനറലി ആൾക്കാർ റോബോട്ട് എന്ന് പറയുമ്പോൾ റോബോട്ടാണ് പ്രൊസീജിയർ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. പക്ഷേ നമുക്ക് ദർ ഈസ് ബ്രെയിൻ ബിഹൈൻഡ് ദിസ് റോബോട്ട് ആസ് വെൽ. ഡോക്ടേഴ്സ് അത് മര്യാദയ്ക്ക് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ യൂസ് ചെയ്തിട്ടാണ് ഈ റോബോട്ടിൻ്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോബോട്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ അക്യൂറസി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഓർത്തോപെഡിക്സിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നമ്മളൊരു ഇംപ്ലാന്റ് വെക്കണം, അല്ലെങ്കിൽ ഏത് സൈസ് ഇംപ്ലാന്റ് വെക്കണം, അതിൻ്റെ ഒരു കട്ട് എങ്ങനെ ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരു അക്യൂറസി കൂടുതൽ നമുക്ക് റോബോട്ട് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഈ റോബോട്ടിക്കിൽ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ജനറൽ മെഡിസിനും ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസും ലേക്ക് ഷോറിലുണ്ട്. ആസ് ഓഫ് നൗ ലേക്ക് ഷോറിൽ കൊച്ചിയിലൊരു ഹോസ്പിറ്റലുണ്ട്. പിന്നെ കാലിക്കറ്റിൽ നമുക്കൊരു പോളിക്ലിനിക്കിൻ്റെ ഒരു മെഡിക്കൽ സെൻറ്റർ ഉണ്ട്. അവിടെ ഡേ കെയർ കൺസൾട്ടേഷൻസും ചെറിയ പ്രൊസീജിയേഴ്സും നടക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ കേരളത്തിൽ അതാണ്. നമ്മുടെ പ്ലാൻസിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മലബാർ സൈഡിലും എക്സ്പാൻഷൻ നോക്കുന്നുണ്ട്. കൊച്ചിയിലും എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയിലും മറ്റുള്ള സ്ഥലത്തും എക്സ്പാൻഷൻ്റെ പ്ലാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ഒരു വിമർശനം കേൾക്കുന്നത് അല്ലെങ്കിൽ പഴി കേൾക്കുന്നത് ചികിത്സാ പിഴവിലൂടെയാണ്. ശരിക്കും പലർക്കും അറിയില്ല, ഈ പല രോഗികൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനും അവരുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒന്നും അറിയില്ല എങ്ങനെയാണ് ഈ ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഈ ചികിത്സാ പിഴവുകൾ ഉണ്ടാവുക എന്നുള്ളത്. ശരിക്കും അതിൻ്റെ ഒരു അവയർനെസ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി കൊടുക്കേണ്ടതല്ലേ? അതെ, ഈ അവയർനെസ് എന്ന് പറയുമ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും ഒരു പേഷ്യൻ്റ് പ്രൊസീജിയറിന് വിധേയനാകുമ്പോൾ അതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് എന്തായാലും 100% ഉണ്ട്. നല്ല ഹോസ്പിറ്റലിൽ ഈ പ്രോട്ടോകോൾസ് എന്തായാലും ഫോളോ ചെയ്തിരിക്കും. അവരെ ബേസിക്കലി ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്യും. എന്താണോ പേഷ്യൻറ്റിൻ്റെ രോഗമനുസരിച്ച് എന്താണോ അതിനൊരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു കാര്യം പറയും. അതിൻ്റെ ഔട്ട്കംസ്, അതിൻ്റെ പോസിറ്റീവ് എഫക്ട്സും നെഗറ്റീവ് എഫക്ട്സും രണ്ടും കാര്യങ്ങൾ പറയും. ചില സമയത്ത് ഡോക്ടേഴ്സ് ഈ നെഗറ്റീവ് എഫക്ട്സ് പറയുമ്പോൾ ഞങ്ങളെ പലതും പറഞ്ഞ് പേടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം വരും. പക്ഷേ 2 കാര്യം പറയണം, പോസിറ്റീവ് കാര്യം പറയണം, നെഗറ്റീവ് കാര്യങ്ങളും പറയണം. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കോസ്റ്റും നമുക്കൊരു പോയിന്റ് ബ്ലാങ്ക് ഫിഗർ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു വണ്ടി വാങ്ങിക്കുന്ന പോലെ
ഒരു എക്സാക്ട് എമൗണ്ട് നമുക്ക് ഇതിൽ അതെ, പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു പനി വന്നു, സന്ദീപിനൊരു പനി വന്നു, ചിലപ്പോൾ ഞാൻ $1 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പനി മാറാം, സന്ദീപ് ചിലപ്പോൾ $2 എടുക്കേണ്ടി വരും. റൈറ്റ്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇറ്റ് വേരീസ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ഓക്കെ, ഇതൊരു സിമ്പിൾ ഇതിൽ ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ കോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് ബ്ലാങ്ക് ഇത് തന്നെയാണ് കോസ്റ്റ് എന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് ജനറലി പിന്നെ ഇതൊരു സയൻസാണ്, റൈറ്റ്. എല്ലാവരും എക്സ്പീരിയൻസ് വഹിച്ചും ഇതിൻ്റെ നോളജും ബുക്സിൻ്റെ തിയറീസും വെച്ചിട്ടും ആണ് ഇതിൻ്റെ ലൈൻ ഓഫ് കെയറും ലൈൻ ഓഫ് പ്ലാൻ ഓഫ് ആക്ഷനും പ്ലാൻ ഓഫ് കെയറും തീരുമാനിക്കുന്നത്. അപ്പോൾ അല്ല, തീർച്ചയായിട്ടും ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം വരെ വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം എക്സ്പെൻസ് അത്രയും കൂടുതലാണെന്ന്. പക്ഷെ അവിടെയും വേറൊരു കാര്യമായത് ആരും ചെയ്യാത്ത കാര്യം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു വലിയ സാധ്യത നമുക്ക് എല്ലാവർക്കും മുന്നിലുണ്ട്. ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരിലൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. ഈ എക്സ്പെൻസ് കൂടുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തോട് എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിന്റെ പ്രതികരണം? ജനറലി ഇതിലൊരു കാര്യം അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ ടേഴ്ഷറി കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ ലേക്ക് ഷോർ അതേപോലെ വലിയ ഹോസ്പിറ്റൽസിലേക്ക് പോകുമ്പോൾ മെനി ടൈംസ് ആദ്യം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ആദ്യം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ടേഴ്ഷറി കെയർ ഹോസ്പിറ്റലിൽ ജനറലി വേറെ കൊച്ചു ഹോസ്പിറ്റലിലൊക്കെ എല്ലാം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ബാഡ് ആയതിനു ശേഷമാണ് ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കും വലിയൊരു സെൻറ്ററിലേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്ത് തരുന്നത്. അങ്ങനെ റെഫർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ പേഷ്യൻ്റെ ഡീറ്റെയിൽസും ആ പേഷ്യൻറ്റിന് വേണ്ടിയും ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് കുറിച്ച് കൂടി, കാരണം മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പേഷ്യൻ്റ് കോസ്റ്റ് ആ സമയത്ത് കൂടി വരുന്നു. അപ്പോൾ നമുക്കൊരു ഒരു പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ ചാർജ് ചെയ്യണമെന്ന് ആർക്കും താല്പര്യമില്ല. പക്ഷേ ആ പേഷ്യൻറ്റ് വേണ്ട ചികിത്സ കൊടുത്തില്ലെങ്കിൽ, ആ വേണ്ട ചികിത്സ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയഗ്നോസ്റ്റിക്സും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടേഴ്സിനൊക്കെ എന്താണ് പ്ലാൻ ഓഫ് കെയർ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അത് കോസ്റ്റ്ലി അഫയർ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സർജറീസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റോബോട്ട് പറയുന്നു, റോബോട്ട് ഡസൻ കം അറ്റ് എ ചീപ്പ് റേറ്റ് അല്ലേ. അപ്പോൾ റോബോട്ടിന് അതിൻ്റെതായ കൺസ്യൂമബിൾസ് വരുന്നുണ്ട്, അതിൻ്റെതായ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ എല്ലാ ഹോസ്പിറ്റലും ട്രൈ ചെയ്യണത് എത്രയും ബേസിക് ആയിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ്. ആരും ഒരു കട്ട് ത്രൂഡ് എക്സ്പെൻസ് എന്നുള്ള ലെവലിൽ ആരും ചെയ്യാൻ താല്പര്യപ്പെടില്ല. ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം, ഞങ്ങളെ പോലുള്ളവരുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. കാരണം വ്യക്തിപരമായിട്ട് എൻ്റെ കസിൻ, ഇവിടെ കൊട്ടാരക്കരയുള്ള ഒരു കസിൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായി ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് വളരെ ആരോഗ്യവാനായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ മുന്നിൽ അങ്ങനെ ഒരാൾ, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പുള്ളിയെ കാണാനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ട്രാൻസ്പ്ലാന്റേഷൻ കേൾക്കുമ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. പക്ഷേ പൊതുവെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പൊതുവെ സൊസൈറ്റിക്ക് അതിനോടൊരു പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഇതുവരെ സൊസൈറ്റി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുക വെച്ചാൽ ഡേ ഇൻ ആൻഡ് ഔട്ട് നമ്പർ ഓഫ് പേഷ്യൻസ് ഹൂസ് നീഡിങ് ട്രാൻസ്പ്ലാന്റ് കൂടി വരികയാണ്. ഓക്കെ, നമ്പർ ഓഫ് പേഷ്യൻസ് ഡയാലിസിസിലേക്ക് പോകുന്നതും കൂടി വരികയാണ്. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടായിരിക്കാം, അതിൻ്റെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ നീഡ് ഓഫ് ട്രാൻസ്പ്ലാന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുപരി നമുക്ക് ഒരു ചാലഞ്ച് കേരളത്തിൽ വരുന്നത് എന്താ വെച്ചാൽ, കേരളത്തിൽ ഈ കെഡാവർ പ്രോഗ്രാം ഈസ് നോട്ട് എ വെരി സക്സസ്ഫുൾ പ്രോഗ്രാം കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്. ഇപ്പോൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കെഡാവർ പ്രോഗ്രാം അത്ര നല്ല രീതിയിൽ പോകുന്നില്ല. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവാം. പക്ഷേ ഇത് ഗവൺമെൻറ്റോട് കൂടി യോജിച്ച് എല്ലാവരും ഇതിനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ പേഷ്യൻസിന് അത് ഭയങ്കര ഒരു എളുപ്പമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സോ കോൾഡ് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അതും വരില്ല. ജനറലി ഈ ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഹോസ്പിറ്റലിലും ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാണ്ട് ചെയ്യില്ല. ഇതിന് ഒരു ബോഡി ഉണ്ട് ആ ഹോസ്പിറ്റലിൽ, ഇതിന് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് വഴി ഈ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ, പേഷ്യൻ്റ് ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ ഓക്കെ പേഷ്യൻ്റെ നീഡ് ട്രാൻസ്പ്ലാന്റ് ഉണ്ടെന്ന് ഐഡൻറ്റിഫിക്കും, അവരോട് ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റ് റിക്വയർമെൻറ്റ് പറയും. അത് കഴിഞ്ഞ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം ആ പ്രോട്ടോകോൾസ് അവരുടെ അടുത്ത് തന്നെ പറയും. അത് കഴിഞ്ഞ് അവർ ഈ ഡോണറെ കൊണ്ടുവന്ന് ഇതിൻ്റെ വർക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഇന്റേണൽ ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷം ഈ കമ്മിറ്റി ഗവൺമെന്റ് ബോഡിക്ക് അയച്ചു കൊടുക്കും. ഗവൺമെന്റ് ബോഡിയിൽ ഈ ഡോണറും റെസിപ്പിയൻറ്റും ഇവരെ വിളിച്ച്, മൾട്ടിപ്പിൾ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ വിളിച്ച് അവരുടെ ഇന്റർവ്യൂ ചെയ്ത് ഇതിന്റെ ഇന്റന്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഹോസ്പിറ്റൽസ് അത് ചെയ്യുള്ളൂ. അതല്ലാണ്ട് ഹോസ്പിറ്റൽസ് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വെരി ട്രാൻസ്പെറൻറ്റ് ഒരു ഗവൺമെന്റ് അപ്രൂവലോട് കൂടി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യെസ്, നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ ഈ ഒരു അവയർനെസ് അബൌട്ട് ഓർഗൻ ഡൊണേഷൻ ഇൻക്രീസ് ചെയ്യണം.
ഈ കെഡാവർ പ്രോഗ്രാം ഒന്ന് നന്നായി റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അതിനൊരു നല്ല സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ, ഞാൻ 2 ദിവസം മുമ്പ് കേസ് ഔട്ടോൻ്റെ ഡെലിഗേറ്റ്സ് ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ഒക്കെ ആയിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാ ഹോസ്പിറ്റൽസായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റിവൈവ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സൈഡോട് കൂടിയിട്ട് ഇത് എങ്ങനെ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ അവർക്ക് ഇത് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം ഷുവർ വരുന്ന ഒരു 2 മാസങ്ങളിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് ഇതൊരു നല്ല രീതിയിൽ സക്സസ്ഫുൾ പ്രോഗ്രാം ആക്കാനുള്ള ഒരു തോട്ട് പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഐ എം ഷുവർ ഇതൊരു നല്ലൊരു പോസിറ്റീവ് ലെവലിൽ നടക്കും. തീർച്ചയായിട്ടും. ഈ ഓർഗൻ ഡൊണേഷന് തന്നെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്, ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് ആൾക്കാർ ഭയങ്കര സംശയത്തോടുകൂടി ഇത് ഹോസ്പിറ്റൽ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുൾ വരുന്ന ഒരു ടേമാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ ബൈസ്റ്റാൻഡേഴ്സിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബന്ധുമിത്രാദികളോടൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ബ്രെയിൻ ഡെത്ത് ആണ് അല്ലെങ്കിൽ എനി ഫർദർ എസ്കലേഷൻ ചെയ്തിട്ട് പേഷ്യന്റിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് അറ്റ് ദ എൻഡ് ഡിസൈഡ് ചെയ്യുന്നത് ഡോക്ടറാണ്, ട്രീറ്റിംഗ് ഡോക്ടറാണ്. ആ പേഷ്യൻ്റ് എനി ഫർദർ എസ്കലേറ്റ് ചെയ്ത് പേഷ്യൻ്റ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോക്ടറാണ്. ഈ ബ്രെയിൻ ഡെത്ത് എന്നുള്ള കണ്ടീഷൻ സർട്ടിഫൈ ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ് എപ്രൂവ്ഡ് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അത് ഇന്ന ഡോക്ടേഴ്സ് ചെയ്യണം, അത് ഇത്ര ഇൻ്റർവെൽ വെച്ച് ചെയ്യണം, അത് 2 ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സർട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഒരു പ്രിലിമിനറി ആപ്നിയ ടെസ്റ്റ് എന്ന് പറയും, ആദ്യം ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് ഒരു ബോഡി ഒരുമിച്ച് ഇരുന്ന് ഡിസൈഡ് ചെയ്ത് ഇതിൻ്റെ എന്താ പറയുക, ഇത് ചെയ്ത രീതികളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഔട്ട്കംസ് എല്ലാം നോക്കിയതിന് ശേഷമാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നടക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓർഗൻ ഡൊണേഷൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇതിന് മുമ്പായിട്ട് ഈ എന്താ പറയുക, ഒരു ഡോണറിനെ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡോണർ ആണെങ്കിൽ അതിനെ പ്രെപ്പ് ചെയ്യണം, കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ആംബിഗ്യൂറ്റി എപ്പോഴും വരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഹൂ വിൽ സ്പീക്ക് ടു ദ പേഷ്യൻറ്റ് ബൈസ്റ്റാൻഡേഴ്സ്. എല്ലാ ഹോസ്പിറ്റൽസും ഇത് ചെയ്യാൻ മടിക്കുന്നതും ഡോക്ടേഴ്സ് ഇത് ചെയ്യാൻ മടിക്കുന്നതും എന്താ വെച്ചാൽ അതിലൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് പ്രോസസ് ചിന്തിക്കുന്ന കാരണമാണ് ഹോസ്പിറ്റൽസ് ഇതിന് മുന്നോട്ട് വരാത്തത്. അപ്പോൾ നമ്മളും ഇപ്രാവശ്യം കേസ് തൊട്ടുകൊണ്ട് ഡിസൈഡ് ചെയ്ത് സംസാരിച്ചപ്പോൾ നമ്മളും പറഞ്ഞത്, ദർ ഹാസ് ടു ബി എ ഗവൺമെൻറ് ബോഡി ഓർ എ ഗവൺമെൻറ് കൗൺസിലർ ഹൂ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് അറ്റ് ദാറ്റ് സ്റ്റെപ്പ്. ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ പേഷ്യൻ്റ് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കേസ് ഓട്ടോയുടെ സൈഡിൽ നിന്ന് ഒരു നോമിനേറ്റഡ് കൗൺസിലർ വരിക. He will look at all the details and then he will talk to them. The hospital will not talk. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈ ഹോസ്പിറ്റലിന്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള തോട്ട് പ്രോസസ് അവിടെ വരില്ല. ഇറ്റ് ഈസ് എ ബോഡി ഹൂ ഇസ് ലുക്കിംഗ് അറ്റ് ദിസ് ആൻഡ് ദെൻ ദേ വിൽ ഡിസൈഡ് അപ്പോൺ വെദർ ദിസ് ക്യാൻ ബി ഡൺ, ദിസ് കനോട്ട് ബി ഡൺ. അപ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ ആംബിഗ്യൂറ്റി വരില്ല. ആൻഡ് ഐ എം ഷുവർ ഇതിനോട് ചൊല്ലിയിട്ടുള്ള ഒരു കുറെ വിവാദങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും തീരും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ഇതിനോട് ഉള്ളത്. കുറെ ട്രാൻസ്പെറൻസി ഇതിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. കിടാവറിനോടൊപ്പം തന്നെ ആണ് നമ്മൾ ഈ ഡോണർ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അതായത് ലൈവായിട്ടുള്ള ഒരാൾ അവര് കൊടുക്കാൻ തയ്യാറാവുന്നത്. അത് അതിനകത്ത് പല ബിസിനസ്സുകളും പല സൈഡിലും നടക്കുന്നുണ്ടാവാം. അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തുമ്പോൾ അതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ അതോ അല്ലെങ്കിൽ അത് അധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലേ? ലിവിങ് ഡോണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയണത്, ഇപ്പോൾ കുറെ ആൾക്കാർ ജനറലി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ആൽക്കഹോളിക് ആണ്. അപ്പോൾ ഈ ആൽക്കഹോളിക് ആയിട്ട് മാത്രമല്ല ലിവർ ട്രാൻസ്പ്ലാന്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ മുമ്പ് ഒരു സ്വാമിജീനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു. ആക്ച്വലി ഈസ് ഡൂയിങ് ഫൈൻ, ഈസ് വെരി വെൽ, ഓൾമോസ്റ്റ് ഒരു 8-9 months ആയി, ഈസ് ഡൂയിങ് പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ ഈ സ്വാമിജി കള്ളു കുടിച്ചിട്ടാണോ? അല്ല. അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ദം ടു liver cirrhosis and other aspects, and then as per their condition അവർക്ക് ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ലിവിങ് ഡോണർ എന്ന് പറയുമ്പോൾ ആളുടെ പെർട്ടിക്കുലർ കണ്ടീഷൻ കാരണം റീനൽ ഫെയിലിയർ വരികയാണ്, ആൾക്ക് ഡയാലിസിസ് വരികയാണ്, പിന്നെ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ എവ്രിബഡി ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ആ പ്രോട്ടോകോൾ ഹൂ ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഡോണർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ അതിൻ്റെ ഗവൺമെൻറ് ലേ ഡൗൺ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എത്ര പേർക്ക് അങ്ങനത്തെ പൊട്ടൻഷ്യൽ ഡോണേഴ്സ് ഉണ്ടാവും, കമ്പാഷനേറ്റ് ഡോണേഴ്സ് ഉണ്ടാവും. ചില സമയത്ത് ഒരു ഫാദർ ആണെങ്കിൽ മകനെ ഡൊണേറ്റ് ചെയ്യാം, വൈഫിന് ഡൊണേറ്റ് ചെയ്യാം. ചിലപ്പോൾ അവർ ആ ഡൊണേറ്റ് ചെയ്യാനുള്ള അവർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ചിലപ്പോൾ മാച്ച് ആവില്ല അല്ലെങ്കിൽ സമ്മതിക്കില്ല. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് പേഷ്യന്റ്? സംടൈംസ് ആ പേഷ്യന്റ് യങ് ആയിരിക്കാം, ഓൾഡ് ആയിരിക്കാം, അവർക്ക് ഇനിയും ഫർദർ ജീവിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം റിവൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ എല്ലാം പേഷ്യൻസിന് നല്ലൊരു ഹോപ്പായിരിക്കും.
തീർച്ചയായിട്ടും. അതുപോലെ ഈ ബോൺ മാരോ ഒക്കെ അങ്ങനെ വരുന്ന ഇതാണല്ലേ? യെസ്, ബോൺമാരോ ഒരു വേറൊരു ഓങ്കോളജി റിലേറ്റഡ് ഒരു കൺസേൺ അതും അതും ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ലേക്ക് ഷോറിൽ നടക്കുന്നുണ്ട്. ലേക്ക് ഷോറിലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച്, അതിന്റെ ഓർഗൻ ഡൊണേഷനെ കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ലേക്ക് ഷോർ ഒരുപാട് ജീവനുകൾ ഇനി രക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് ആൾക്കാർ, ഈ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് പേര് അവയവങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ ലേക്ക് ഷോറിന് കഴിയട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. ഗവൺമെന്റ് ഇതിനോട് ചേർന്ന് നല്ലൊരു രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും നല്ലൊരു സപ്പോർട്ട് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം Thank you, ഈ sir. വിഷയങ്ങൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്ലഷർ. താങ്ക് യു. അപ്പോൾ ഡോക്ടർ ക്യൂവിന്റെ മറ്റൊരു ലക്കത്തിൽ വേറൊരു ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.